ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി ശശികല ടീച്ചർ നമ്മോടൊപ്പം ചിരിക്കാണ്. ടീച്ചർ, ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കോടതിയുടെ അതിരൂക്ഷമായ വിമർശനമുണ്ടായത്. ആരെ രക്ഷിക്കാനാണ് കോടതി ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു താങ്കൾ? ഈ ആശങ്ക ഹൈന്ദവ സംഘടനകൾ വളരെ മുൻപ് തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ്. കാരണം ഇത് കുറ്റപത്രം സമയത്ത് സമർപ്പിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയ അതേ ക്രമത്തിൽ, ഏത് ക്രമത്തിലാണോ അവർ റിമാൻഡിലായത് അതേ ക്രമത്തിൽ ഓരോരുത്തരായി 90 ദിവസം എത്തുന്ന മുറയ്ക്ക് സ്വാഭാവികമായ ജാമ്യം മേടിച്ച് പുറത്തു വന്ന് ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തേക്കാൾ ഉപരി ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ഈ സമാജത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഇത്രയും പ്രമാദമായ ഒരു കേസാണ്. അതിന്റെ ഗൗരവം മറ്റാരേക്കാൾ ഉൾക്കൊള്ളേണ്ടത് അത് അന്വേഷിപ്പിക്കുന്നവരല്ലേ. അവർക്ക് രണ്ടു കൂട്ടർക്കും ആ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നും ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട് എന്നുമാണ് ഇതിന് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും നാളായിട്ടും ഇതിന്റെ 90 ദിവസമായാൽ സ്വാഭാവികമായ ജാമ്യം കോടതിക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളത് അറിയാത്ത നിയമത്തെപ്പറ്റി അജ്ഞരല്ലല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അവരിത് അറിയാത്തവരല്ല. അപ്പൊ അത് അത്തരത്തിൽ ഇറങ്ങിപ്പോയിക്കോട്ടെ. മറ്റത് ഈ അറസ്റ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു താൽക്കാലികമായ ഒരു തടയിടൽ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഗൗരവം അവരിതിന് കൊടുക്കുന്നില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടരുത് എന്നവര് കൃത്യമായി അത്തരം ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം ശങ്കർദാസിന്റെ അറസ്റ്റൊക്കെ മുൻ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റൊക്കെ ഇവിടെ അദ്ദേഹത്തിന്റെ എത്രമാത്രം വെച്ചാൽ വളരെ ദയനീയമായ ഒരു സ്ഥിതിയിൽ കിടക്കുന്ന ചിത്രങ്ങൾ വരെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അദ്ദേഹത്തെ സാധാരണ പോലെ തന്നെ നിയമത്തിന്റെ നടപടികൾക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. അത് ആരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോ ഇവിടെ ഈ അന്വേഷണം വെറും ഒരു പുകമറ മാത്രമാണ്, സമയം കളയലാണ്, അത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കോടതി ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട സ്ഥാപനമല്ല, കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി കോടതി തന്നെ പെരുമാറും എന്ന് കാരണം നിയമത്തിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശാസനകൾ, ഇടയ്ക്കിടയ്ക്കുള്ള ശാസനകൾക്കപ്പുറത്ത് അന്വേഷണം ഇവരിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ശാസിക്കാനൊരു അവസരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കരണീയമായത് എന്ന് എനിക്ക് തോന്നുന്നു.